tier 1-ൽ 4 സബ്ജക്ട്സിനും തുല്യ വെയിറ്റേജ് ആയിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ +2 യോഗ്യതയുള്ള ഏതൊരാൾക്കും ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ SSCയുടെ CHSL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ SSCയുടെ പുതിയ കാലണ്ടർ വന്നിട്ടുണ്ട്. അത് പ്രകാരം സെപ്റ്റംബർ 8 മുതൽ SSCയുടെ CHSL എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ആക്റ്റീവ് ആകുന്നതിന് മുൻപ് എന്താണ് CHSL എക്സാമിനേഷൻ, നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും എങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് CHSL എക്സാമിനേഷൻ എന്നതാണ്. CHSL എക്സാമിനേഷൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. സോ പേരിൽ പറയുന്നത് പോലെ തന്നെ +2 യോഗ്യതയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CHSL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSC ആണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ പ്രധാനമായിട്ടും ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിനേഷൻ്റെ ടിയേഴ്സ്, അതായത് എത്ര ലെവൽസിലൂടെ നിങ്ങൾ കടന്നു പോയാലാണ് ഈ ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക അല്ലേ, നമുക്കിവിടെ ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് ഉണ്ട്, വീണ്ടും ജനറൽ അവയർനെസ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 4 ടോപ്പിക്സ് ആണ് CHSL എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും tier 1 സെക്ഷൻസ്. അപ്പോൾ ആകെ ഒരു ടിയർ മാത്രമാണോ CHSL എക്സാമിലുള്ളൂ? അല്ല, പ്രധാനമായിട്ടും 2 ടിയേഴ്സിലൂടെയാണ് CHSL എക്സാമിനേഷൻ പോകുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റത്തെ ടിയറിലാണ് ഈ 4 സബ്ജക്ട്സും വരുന്നത്. അപ്പോൾ സെക്കൻഡ് ടിയറിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഇനിയും കുറേ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ആക്ച്വലി ഇല്ല, ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ടിയറിലേക്കും വരുന്നത്. ആ വരുന്ന സബ്ജക്റ്റുകളിലെ വെയിറ്റേജിലും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കിങ്ങിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ 4 ടോപ്പിക്സ് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് SSCയുടെ CHSL എക്സാമിനേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ tier 1 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ 4 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത് അല്ലേ. റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. സോ ഈ 4 സബ്ജക്റ്റുകൾക്കും ഒരേ വെയിറ്റേജ് ആണ് SSCയുടെ CHSL എക്സാമിനേഷനിൽ വരുന്നത്. ഓരോ സെക്ഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇവിടെ വരിക. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് വെയിറ്റേജ്. സോ ഇൻ ടോട്ടൽ 100 ചോദ്യങ്ങൾ, അതിൽ നിന്നും നിങ്ങൾക്ക് 200 മാർക്കിലാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ മാക്സിമം മാർക്സ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് CHSL എക്സാമിനേഷൻ. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ വരുന്ന ജോലികളെല്ലാം തന്നെ ക്ലറിക്കൽ ജോലികളാണ്. അതായത് നിങ്ങളുടെ ഒരു ഡെസ്കിൽ ഇരുന്ന് ചെയ്യുന്ന 9 to 5 ജോബ്സ് ആണ് CHSL എക്സാമിൻ്റെ റിക്രൂട്ട്മെൻറ്റിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സ്ക്രൈബിനെ വെച്ചിട്ട് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ സാധാരണ ഒരു സ്റ്റുഡൻറ്റ് 1 മണിക്കൂറിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും കൂടെ ചേർത്ത് ടോട്ടലി 80 മിനിറ്റ്സിൽ എക്സാം എഴുതി തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ 100 ചോദ്യങ്ങൾ, അതിൽ നിന്നും 200 മാർക്ക്. ഇതാണ് നമ്മുടെ CHSL എക്സാമിനേഷൻ്റെ tier 1-ൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റിന് 2 മാർക്ക് നമുക്ക് കിട്ടുമ്പോൾ അവിടെ നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. സോ ഇവിടെ 1/2 മാർക്കിനാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. സോ നിങ്ങളിവിടെ 2 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നിന്ന് നഷ്ടമാവും. അതേസമയം നിങ്ങൾ ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിന് പ്രശ്നമൊന്നുമില്ല, അവിടെ നിങ്ങൾക്ക് മാർക്കൊന്നും ലൂസ് ആവില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ tier 1-ൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ടിയർ, സോ tier 1-ൽ ഒരു കട്ട് ഓഫ് ഉണ്ടാകും. അതിനുശേഷം അത് ക്ലിയർ ചെയ്യുന്നവരായിരിക്കും tier 2-ലെ എക്സാമിലേക്ക് പോകുന്നത്. സോ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, tier 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്വാളിഫയിങ് നേച്ചർ ആയിട്ടുള്ളൊരു എക്സാമാണ്. tier 1 ക്ലിയർ ചെയ്താലേ നിങ്ങൾക്ക് tier 2-ലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ tier 1-ൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ രണ്ടാമത്തെ ടിയർ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
ക്ലിയർ? സോ നമ്മുടെ രണ്ടാമത്തെ ടിയറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ രണ്ടാമത്തെ ടിയറിന് ഒരുപാട് ഡിവിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് സെഷൻസ് ആയിട്ടും അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ സെക്ഷൻസ് ആയിട്ടും മോഡ്യൂൾസ് ആയിട്ടും ഒക്കെ കുറേ ഡിവിഷൻസ് കാണാൻ പറ്റും. കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ ടിയർ 1 പഠിച്ചിരിക്കുന്ന അതേ സബ്ജക്ട്സ് തന്നെയാണ് ടിയർ 2 ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവ ചോദിക്കുന്ന രീതിയിൽ, അതായത് അവയുടെ വെയിറ്റേജിലും ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിലും ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ സെയിം ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട അതേ സെക്ഷൻസ് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇത് 4ഉം അതേപോലെ തന്നെ നമ്മുടെ ടിയർ 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ തീർച്ചയായും നെക്സ്റ്റ് ലെവൽ ആയതും കൊണ്ടും ക്വസ്റ്റ്യനിൽ ലെവലിൽ ചെറിയൊരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ടിയർ 1 അതേ ലെവൽ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ്, പക്ഷേ സ്റ്റിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകളൊന്നും നിങ്ങൾക്ക് അവിടേക്ക് പോകുമ്പോൾ മാറ്റേണ്ടി വരില്ല അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആവറേജ് എന്ന കോൺസെപ്റ്റ് പഠിച്ചു, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എവിടെയാണെങ്കിലും സെയിം ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ടൈം ആൻഡ് വർക്ക് പഠിച്ചു, അതിൻ്റെ കോൺസെപ്റ്റ് എല്ലായിടത്തും സെയിം ആണ് അല്ലേ. സോ സെയിം മാനർ ഇവിടെ നിങ്ങൾ എന്താണോ കോൺസെപ്റ്റുകളിൽ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾ ഇവിടേക്ക് പഠിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചോദ്യങ്ങളിലായിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ സെഷനെ നമ്മൾ ഇവിടെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ സെക്ഷൻ 1ലുമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, 1ലും 2ലും കൂടിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അതിനെ വീണ്ടും മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ സെക്ഷനിലെ മോഡ്യൂൾ 1 മാത്സ് ആണ്, പിന്നെ മോഡ്യൂൾ 2 ഇവിടെ റീസണിംഗ് ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ നിങ്ങൾക്ക് ആക്ച്വലി ആദ്യം 1 മണിക്കൂർ കിട്ടും. ഓക്കെ, ഇനി വീണ്ടും ഇതിൻ്റെ വെയിറ്റേജിൻ്റെ വ്യത്യാസം നോക്കിക്കേ. ടിയർ 1 നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് 2 മാർക്കായിരുന്നു എങ്കിൽ ഇവിടെ ടിയർ 2 ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഡിഫറൻസ്. ഓക്കെ, സോ വെയിറ്റേജിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മാത്സിനും റീസണിങ്ങിനും ഒരേ വെയിറ്റേജ് ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ 3 മാർക്കാണ് വെയിറ്റേജിൽ ഡിഫറൻസ് വരുന്നത്. ഇനി നിങ്ങളുടെ സെക്ഷൻ 2 പോവുകയാണെങ്കിൽ അതിനെ വീണ്ടും മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ആണ് വരുന്നത്. സോ ഇവിടെ വെയിറ്റേജിൽ വീണ്ടും വ്യത്യാസം വന്നു. സോ നമ്മുടെ ടിയർ 1 4 സബ്ജക്ട്സിനും തുല്യ വെയിറ്റേജ് ആയിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ വെയിറ്റേജ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനു കൂടെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് ഇവിടെ കൂടി. ഓക്കെ, വീണ്ടും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് ഒരു ക്വസ്റ്റിന് ഇവിടെ 3 മാർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയും നിങ്ങൾക്ക് വീണ്ടും 1 മണിക്കൂർ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതെല്ലാം ഒരു ദിവസം തന്നെ നടക്കുന്നതാണ് കേട്ടോ. സെഷൻ 1 ഒരു ദിവസം, സെഷൻ 2 ഒരു ദിവസം, അങ്ങനെയല്ല, എല്ലാം ഒറ്റ ദിവസം തന്നെ ആയിട്ടാണ് നടക്കുക ടിയർ 2 എക്സാമോ CHSL എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനും കഴിഞ്ഞാൽ നമ്മുടെ ടിയർ 1 ഇല്ലാത്ത ഒരു സെക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ. എന്താണ് ഈ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ? ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനെ പറ്റിയും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ പറ്റിയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളിൽ വരുന്നത്. സോ അവിടെ 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ വീണ്ടും ഇത് ഇൻറ്റു 3, അതായത് ഒരു ക്വസ്റ്റിന് 3 മാർക്സ് വീതമാണ് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് CHSL എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പാർട്ടാണ്. ബിക്കോസ് ഇതിലൂടെ ലഭിക്കുന്ന ജോലികളൊക്കെ ക്ലറിക്കൽ ജോലികളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ 3 ടൈപ്പാണ് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒന്നെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ്. അപ്പോൾ പാർട്ട് എ സ്കിൽ ടെസ്റ്റ്, അത് DEOs ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രീസ്. അതിനുശേഷം ഇനി മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെൻറ്റ്സിലും അല്ലാത്ത പോസ്റ്റുകൾക്ക് വേണ്ടിയാണ് പാർട്ട് ബി വരുന്നത്. പാർട്ട് സി വരുന്നത് LDC അല്ലെങ്കിൽ GSA. സോ ബേസിക്കലി ഈ 3 പോസ്റ്റുകളാണ് CHSL ഉണ്ടാവുക: ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ പോസ്റ്റുകളിലൂടെയാണ് CHSL പോകുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിംഗ് ടെസ്റ്റുകൾ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 1 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് കേട്ടോ. സോ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 മാർക്ക് ഇസ് ഡിറ്റക്റ്റഡ് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റേജുകൾ, അതായത് നമ്മുടെ ടിയർ 1 കഴിഞ്ഞു, നെക്സ്റ്റ് ടിയർ 2 പോകുമ്പോൾ അവിടെ സബ്ജക്റ്റുകളുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, അതിനുശേഷം ഇവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ
ടൈപ്പിംഗ് ടെസ്റ്റ് മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ മാത്രമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ അതായത് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് പിന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ CHSL എക്സാം സാധാരണ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു. ഇപ്പോൾ അതുകൂടാതെ 13 ലോക്കൽ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് മലയാളം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് എയിൽ വരുന്ന സ്കിൽ ടെസ്റ്റ് ആണ്. ആ ഒരു ഷീറ്റിൽ നമ്മുടെ എക്സാമിൻ്റെ Tier 2 നിങ്ങൾ കണ്ടില്ലേ, പാർട്ട് എ സ്കിൽ ടെസ്റ്റ്, അതിനുശേഷം പാർട്ട് ബി സ്കിൽ ടെസ്റ്റ്, വീണ്ടും പാർട്ട് സി ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് 3 ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഇവിടേക്ക് നോക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് എ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ ഇവിടേക്ക്, അതായത് മിനിസ്ട്രികളിലും ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ CHSLലൂടെ വരുന്ന റിക്രൂട്ട്മെൻറ്റ് പല പല മിനിസ്ട്രീസിലേക്കും പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ക്ലറിക്കൽ ജോബ്സ് ആണ് CHSLലൂടെ ഫില്ല് ചെയ്യപ്പെടുന്നത്. സോ നിങ്ങൾ മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം 15 മിനിറ്റ്സിനാണ് ടെസ്റ്റ് വരുന്നത്. സോ പെർ മിനിറ്റ് 3000 to 4000 കീ ഡിപ്രഷൻസ് ആയിരിക്കും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊരു പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ടാകും. അത് തെറ്റില്ലാതെ ഇത്രയും കീ ഡിപ്രഷൻസ് വെച്ച് അതൊക്കെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യും. അതിലൂടെയാണ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ഡിയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പാർട്ട് എയുടെ അത്രയും ടഫ് അല്ല. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും 2000 to 2200 കീ ഡിപ്രഷൻസ് ആണ് ഇവിടെ പെർ മിനിറ്റ് വേണ്ടത്. സോ ഇത് പാർട്ട് ബിയുടെ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ്. ആദ്യത്തെ 2 സ്കിൽ ടെസ്റ്റ് ആണ്, ഇത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. സോ അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേക്കും ഇംഗ്ലീഷ് മീഡിയം ഷുഡ് ഹാവ് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ആൻഡ് ദോസ് ഫോർ ഹിന്ദി മീഡിയം 30 വേർഡ്സ് പെർ മിനിറ്റ്. സോ അതാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ക്ലിയർ? സോ ഈ 3 ക്രൈറ്റീരിയ ആണ് ടൈപ്പിംഗ് ടെസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യുന്നൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട. അതിനൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഫ്രീ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം, നിങ്ങളുടെ Tier 2 എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഷീറ്റ് കിട്ടും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആംഡ് ഫോഴ്സസ്, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ഡെവലപ്മെൻറ്റ്, നെക്സ്റ്റ് ക്യാബിനറ്റ് സർവീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ, നെക്സ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇതിന് കോഡുകളുണ്ട്. ഈ കോഡിൽ ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ കട്ട് ഓഫ് വീണ്ടും ഓരോ മിനിസ്ട്രിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിഫറെൻറ്റ് കട്ട് ഓഫ്സ് ആണ്. സോ നിങ്ങളുടെ കട്ട് ഓഫിന് അനുസരിച്ചിട്ടായിരിക്കും, നിങ്ങളുടെ പ്രിഫറൻസും ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു ഫൈനൽ ആയിട്ട് വരുന്ന അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായാലും. ഇനി ഇതിന് ശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. സോ ഇതൊരു ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് തന്നെ വളരെ കഠിനമായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരു പ്രോപ്പർ മെഡിക്കൽ ഫിറ്റ്നസ്, അതായത് നിങ്ങൾക്ക് മെയിലിൽ വരും എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പം, മെഡിക്കൽ വെരിഫിക്കേഷന് പോകുമ്പോൾ ടിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതെല്ലാം നോക്കി അത് ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുത്താൽ മതിയായിരിക്കും. സോ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ഇൽനെസ്സോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക, ജസ്റ്റ് ഹെൽത്തി ആയിരിക്കുക എന്ന് മാത്രമാണ് ഇവിടെ മെഡിക്കൽ ഫിറ്റ്നസ്സിൽ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CHSL എക്സാം ഈ വരുന്നത് സെപ്റ്റംബർ 8 മുതലാണ് നോട്ടിഫിക്കേഷൻ. ജൂൺ 23-ന് ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആവും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ SSCയുടെ വെബ്സൈറ്റിലാണ് നമുക്ക് അറിയാൻ പറ്റുക. സോ എപ്പോഴും അത് റെഗുലർലി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അതെപ്പോഴും ചെക്ക് ചെയ്യാൻ ചിലപ്പം എല്ലാവർക്കും പറ്റണം എന്നുണ്ടാവില്ല. നിങ്ങൾ പേടിക്കേണ്ട. ഇതിനെ പറ്റിയിട്ടുള്ള എന്ത് ചേഞ്ചസും എന്ത് അപ്ഡേറ്റ്സും പുതിയത് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ അത് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ
റെഗുലർലി ചെക്ക് ചെയ്യുന്ന ടെൻഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ അതിൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടണം. സോ അതിന് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ വരുന്ന ചേഞ്ചസ് എല്ലാം തന്നെ വീഡിയോസിലൂടെ തന്നെ നിങ്ങളെ തുടരെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ജസ്റ്റ് സിലബസ് കവർ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, നമുക്ക് നല്ല സ്പീഡും അതിൻ്റെ കൂടെയുള്ള ആക്യുറസിയും വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു 4 സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷനാണ് എൻട്രിയിലൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊരു ബിഗിനറിനും, ജസ്റ്റ് ഒരു ബിഗിനർ ആണെങ്കിൽ പോലും കംപ്ലീറ്റ് സിലബസ് കവറേജിലൂടെ ബേസിക് കോൺസെപ്റ്റുകൾ കവർ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നാണ് നമ്മൾ എൻട്രിയിൽ ആദ്യം ചെയ്യുന്ന കാര്യം. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഏരിയാസ് ടഫറായിട്ട് തോന്നുകയാണ്, തുടരെ മിസ്റ്റേക്സ് വരുത്തുന്ന ഏരിയ ആണെങ്കിൽ അത്തരം വീക്ക് ഏരിയ അസസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു മെയിൻസിൻ്റെ അല്ലെങ്കിൽ Tier 2-ൻ്റെ സിലബസ് ഓൾമോസ്റ്റ് Tier 1-ൻ്റെ സെയിം തന്നെയാണ്. സോ അതിൻ്റെ പ്രിപ്പറേഷനും നിങ്ങളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണ്, അതായത് നിങ്ങൾക്ക് പേഴ്സണലി എത്ര എലിജിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണോ എന്നറിയില്ല, അങ്ങനെ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും പേടിക്കേണ്ട. അതാ ഇവിടെ ഒരു നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നേരിട്ട് ഞങ്ങളോട് എഴുതി ചോദിക്കാം. ഓക്കെ, സോ ഇനി നമ്മുടെ ക്ലാസ്സസിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾക്കായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് എൻട്രിയിലെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിലേക്ക് ലഭിക്കുക. നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും കണ്ടോളൂ, ഒരു കുഴപ്പമില്ല, അൺലിമിറ്റഡ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസുമായി നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ലൈവ് ക്ലാസ്സസും എൻട്രിയിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പഠിക്കുന്നതിനെ പറ്റി എപ്പോഴെങ്കിലും ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ 100% 24/7 ഡൗട്ട് ക്ലിയറൻസ് അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ആക്ച്വൽ CHSL എക്സാം പോലെ തന്നെ വരുന്ന ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ്ഡ് ആയിട്ടുള്ള ഈ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ ആക്ച്വൽ എക്സാമിൻ്റെ തന്നെ മാർക്കിങ്ങും നെഗറ്റീവ് മാർക്കിങ്ങും അതേ ടൈമിങ്ങും ഒക്കെയാണ്. സോ ആക്ച്വൽ ഒരു എക്സാം എഴുതുന്നത് പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കിവിടെ ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ CHSL എക്സാമിനേഷൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.